നമ്മുടെ നേതാവ് തിരിച്ചു വരും, നമ്മുടെ നേതാവ് മടങ്ങി വരും. അവൻ നമ്മെ വീണ്ടെടുത്തവൻ വീണ്ടും തിരിച്ചു വരും. എന്താ പ്രത്യാശ? യേശു വീണ്ടും വരും. നമസ്കാരം. നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ ദൈവം മടങ്ങി വരും എന്ന പ്രത്യാശ. ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരും. ഇത് പെന്തക്കോസ്തുകാരൻ്റെ പ്രത്യാശയാണ്. യേശുവിനെ പോലെ കമ്മ്യൂണിസവും മടങ്ങി വരുമെന്ന് പ്രത്യാശിക്കുന്ന മറ്റൊരു പാസ്റ്റർ കോമ്രേഡിനെ കാണാം. തോൽക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ജനങ്ങളോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന വസ്തുത ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ ഞങ്ങൾക്കുണ്ടായ പോരായ്മ, വീഴ്ച അതാണ്. കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനെ പോലെ ആയിരിക്കുമോ ബേബി ഇതിൻ്റെ രണ്ടാം വരവ്? നിങ്ങൾ തെറ്റെല്ലാം തിരുത്തിയതിന് ശേഷമുള്ള വരവായിരിക്കുമല്ലോ അത്. അതോ തീയിലൂടെ പായുന്ന കുതിരയെ പോലെയാണോ വരവ്? ഇനി അതുമല്ല, 1.5 അടി താഴേക്ക് ലിഫ്റ്റിൽ കയറി ആയിരിക്കുമോ കമ്മ്യൂണിസത്തിൻ്റെ മടങ്ങി വരവ്? എന്തായാലും ആ പ്രത്യാശയോടെ ബേബി കുറേ കാലം കൂടി ജീവിച്ചു കൊള്ളുക. പാർട്ടി തോറ്റതിൻ്റെ കാരണം ബേബി പറയുന്നത് കേട്ടാൽ ആരോ പറഞ്ഞു പേടിപ്പിച്ചിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് വിട്ടതുപോലെ തോന്നും. ജനങ്ങൾക്ക് വേണ്ടി മാത്രം നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ വസ്തുത ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പാർട്ടി പരാജയപ്പെട്ടു. ആ ഒരൊറ്റ പോരായ്മ, അതായത് വീഴ്ച, അതാണ് ഈ തോൽവിയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം. അതിൻ്റെ കൂട്ടത്തിൽ പല തെറ്റുകുറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ആ തെറ്റുകുറ്റങ്ങളിൽ മനുഷ്യ സഹജമായതുണ്ട്, സഹജമല്ലാത്തതുണ്ട്. അല്ല ബേബി, ഇതിൽ സഹജമായത് പാർട്ടിക്ക് സംഭവിച്ചതാണ്. ഈ സഹജമല്ലാത്ത തെറ്റുകുറ്റങ്ങൾ ആരുടെ ഭാഗത്തു നിന്നാണ്? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള പാർട്ടിയാണെന്ന് ജനങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടു പോയത്രേ. ഇത്രയേറെ ബുദ്ധിജീവികളും വിപ്ലവകാരികളും ദാർശനികന്മാരും പ്രസംഗത്തൊഴിലാളികളും ക്യാപ്സൂൾ കമ്മികളും കവികളുമൊക്കെ മുഴത്തിന് 300 വീതം നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടും ജനങ്ങളോട് ഇതൊന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ഒരുത്തനും ഉണ്ടായില്ലേ ബേബി സാറേ? നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല. ഉണ്ടെങ്കിൽ ഈ തുണിസഞ്ചിയും തോളിലിട്ട് യാതൊരു കഴകത്തുമില്ലാത്ത ഭാവത്തിൽ ഇങ്ങനെ നടക്കില്ലല്ലോ. പെന്തക്കോസ്റ്റ് പാസ്റ്ററായ അനീഷ് കാവാലത്തിന് പ്രത്യാശയുണ്ട് ദൈവം വീണ്ടും വരുമെന്ന്. എല്ലാ മതവിശ്വാസികൾക്കും ആ ഒരു പ്രതീക്ഷയുണ്ട്. നിങ്ങളുടെ ഈ സാധനം എവിടെ നിന്ന് തിരിച്ചു വരുമെന്ന് നിങ്ങൾ കരുതുന്നു? മണ്ണും മനുഷ്യനും തമ്മിലുള്ള ജൈവബന്ധം നഷ്ടമായ ഈ സിന്തറ്റിക് പ്രസ്ഥാനം ഇനി വന്നാൽ തന്നെ ഓജസ്സും തേജസ്സും ഉണ്ടാകില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മന്ത്രിസഭയിലെ 13 മന്ത്രിമാരും തോറ്റിട്ടും അതിൽ ഭരണപരാജയം ഇല്ല എന്ന് വിശ്വസിക്കാൻ തക്ക മൂഢന്മാരായിപ്പോയല്ലോ ഈ മാർക്സിസ്റ്റുകാർ. അവർക്കിത് അറിയാൻ കഴിഞ്ഞാഞ്ഞിട്ടല്ല, പക്ഷെ അങ്ങനെ പറഞ്ഞാൽ പിണറായി വിജയൻ കോപിക്കും. പാർട്ടി പൊതിഞ്ഞുകെട്ടിയും ഫ്രെയിം ചെയ്തും കൊണ്ടു നടക്കുന്ന ഒരു അപൂർവ വസ്തുവാണല്ലോ ഈ പിണറായി വിജയൻ. ഇത് ഭൂമുഖത്ത് നിന്നും അപ്രത്യക്ഷമായാൽ പിന്നെ കേരളത്തിൽ കമ്മ്യൂണിസമില്ല. സാധാരണ സിംഹവാലം കുരങ്ങുകളെയും അപൂർവമായ ചില ജീവജാലങ്ങളെയുമൊക്കെ നമ്മൾ സംരക്ഷിത വിഭാഗത്തിൽപ്പെടുത്തി പൊന്നുപോലെ കാത്തു സൂക്ഷിക്കാറുണ്ട്. അത്തരത്തിലൊരു അപൂർവ ജന്തുവാണ് ഇദ്ദേഹം. ഇത്രയൊക്കെ അണ്ടം പറഞ്ഞ് ആമാശയം കത്തിയിട്ടും MA ബേബി ഒരു കാര്യമെങ്കിലും വ്യക്തമായി മനുഷ്യനോട് പറയുന്നുണ്ടോ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉള്ളവരാണെന്ന് ജനങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കാൻ പരാജയപ്പെട്ടത്രേ. അപ്പോഴീ കോടികൾ മുടക്കി പിണറായി വിജയൻ്റെ തല വെച്ചതും LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന പഞ്ച് ഡയലോഗ് കാച്ചിവെച്ചതും ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് ബോധ്യമായോ? പിണറായി വിജയനും ഗോവിന്ദനും മാത്രമാണ് ഈ തോൽവിയുടെ ഉത്തരവാദിയെന്ന് കേന്ദ്ര കമ്മിറ്റിയിലെങ്കിലും ബ്രൂ കോഫിക്കൊപ്പം അണ്ടിപ്പരിപ്പ് കഴിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ഈ മനുഷ്യൻ എത്രമാത്രം ക്ലേശിച്ചാണ് ഒരു വിശദീകരണം പോലും നൽകുന്നത്. ആരോ തോക്കിൻ്റെ മുമ്പിൽ നിർത്തി കൊണ്ടുവന്ന് ഇരുത്തിയതുപോലെയാണ് ഭാവം. തോറ്റതിൻ്റെ ഒരുപാട് കാരണങ്ങളുണ്ട് പോലും. അതെന്തൊക്കെയാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. സാധാരണ പത്രങ്ങൾ പോലും 10 വാചകത്തിൽ കൂടുതൽ ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കില്ല. എന്നാൽ ഈ ബേബി സംസാരിക്കുന്നതിന് ഒരു കുത്തും കോമയും ഇടാൻ പോലുമുള്ള സ്പേസ് ഇല്ല. എന്തൊക്കെയോ അടിച്ചു പരത്തി കുഴച്ചു നീട്ടി അങ്ങ് പറയുകയാണ്. നേതാക്കൾ ജനങ്ങളെ മറന്നതാണ് തിരിച്ചടിയെന്നാണ് CPM കേന്ദ്ര കമ്മിറ്റിയുടെ വിലയിരുത്തൽ. പിന്നെ എന്തിനാണ് 1.25 കോടിയുടെ ബസ്സും വാങ്ങി ക്യാബിനറ്റിനെ തൂത്തുവാരി അകത്തിട്ട് പിണറായി വിജയൻ രാജകീയ പരിവേഷത്തോടെ ഈ നാട് മുഴുവൻ നടന്നത്? എത്ര മതിലിടിച്ചു, എത്ര പേരുടെ തല തകർത്തു, എത്ര കോടികൾ അതിനുവേണ്ടി ചെലവഴിച്ചു. ചാപ്പാടൊക്കെ ഓസിനായിരുന്നു. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ അവരെ അറിയിക്കാനുമായിരുന്നു അന്ന് പോയത്. പാർട്ടിയുടെ കണ്ടെത്തൽ പ്രകാരം താഴെത്തട്ട് നിർജീവമാണ് പോലും, മേലേത്തട്ടാണെങ്കിൽ ഗംഭീരമാണ്. കമ്മ്യൂണിസത്തിൻ്റെ കീഴേ നില ദുർബലം, മേലേ നില ശക്തം. പരാജയ കാരണം കയ്യിലിരിപ്പാണ് എന്ന് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മതിക്കുന്നില്ല.
ജാഗ്രത കുറവാണത്രേ. പാർട്ടി ഭരണത്തിൽ കയറിയതിൽ പിന്നെ താഴെത്തട്ടിലുള്ള സാധാ കമ്മികൾ വരെ പിണറായി വിജയനെ അനുകരിച്ചങ്ങ് നടക്കുകയായിരുന്നു. അവൻ്റെയൊക്കെ ജാട കണ്ടാൽ നാട്ടുകാർക്ക് മുഴുവൻ ചെലവിന് കൊടുക്കുന്ന ഇവന്മാരാണെന്ന് ഒരു തോന്നലുണ്ട്. ജനങ്ങൾ പറയുന്നത് ക്ഷമയോടെ കേൾക്കാനും വിനയത്തോടെ മറുപടി പറയാനും നേതാക്കൾക്ക് കഴിഞ്ഞില്ലത്രേ. വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞതായിരിക്കും ബേബി ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് തെളിച്ചു പറയില്ല. ബേബി തുടരുകയാണ്. ഈ പറഞ്ഞത് മാധ്യമങ്ങൾ ഉദ്ദേശിക്കുന്ന ചിലർ മാത്രമല്ല, എല്ലാ തലത്തിലും നേതാക്കളുടെ പെരുമാറ്റങ്ങളിൽ തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ട്. ബേബി പറഞ്ഞ ചിലരിലുണ്ട് പിണറായി വിജയൻ. അതൊക്കെ വേണമെങ്കിൽ നമ്മൾ ഊഹിച്ചെടുത്തുകൊള്ളണം. എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം സെപ്റ്റംബറിൽ ചേരുന്ന വിശാല സംസ്ഥാന സമിതി ചർച്ച ചെയ്യും. എൻ്റെ പൊന്നോ, ഇനി വിശാല സംസ്ഥാന സമിതിയുണ്ടോ? അവരാണ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക. നേതാക്കൾ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടുവോ എന്ന് അവിടെ വെച്ച് പരിശോധിക്കും. കോൺഗ്രസിലാണെങ്കിൽ എല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കും. അതുപോലെയല്ല CPM-ൻ്റെ തെരഞ്ഞെടുപ്പ് രീതിയെന്നും ബേബി പറയുന്നു. അത് ശരിയാണ്. അമ്മയും 2 മക്കളും അതിനു കീഴെ ഖാർഗേജിയുമാണ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ്. എന്നാൽ CPM-ൻ്റെ കാര്യം അതിലും രസമാണ്. സ്വപ്ന സുരേഷ് പറഞ്ഞത് ശരിയാണെങ്കിൽ അതിനിഗൂഢമായ പദ്ധതികൾ അമ്മയും മകളും CM രവീന്ദ്രനും കൂടി ക്ലിഫ് ഹൗസിലിരുന്ന് ചർച്ച ചെയ്യും. പിണറായി വിജയൻ പാർട്ടിയെയും സർക്കാരിനെയും നിയന്ത്രിക്കും. രണ്ടും കണക്ക് തന്നെ. പിണറായി വിജയൻ അല്ലാതെ ഒരു ഹൈക്കമാൻഡ് നിങ്ങളുടെ PBയിലോ കേന്ദ്ര കമ്മിറ്റിയിലോ ഉണ്ടോ സഖാവേ? അല്ല ബേബി സാറേ, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിൻ്റെ ഭാഗമായിട്ടല്ലേ അങ്ങ് പാത്രം കഴുകാൻ കൊല്ലത്തെ അടുക്കളകൾ കയറിയത്? 10 വീടുകളിൽ തികച്ചു കയറി പാത്രം കഴുകിയിരുന്നെങ്കിൽ കുറച്ച് സീറ്റ് കൂടി ഒപ്പിക്കാമായിരുന്നു. എന്തായാലും ഒരു കാര്യം കേന്ദ്ര കമ്മിറ്റി സമ്മതിച്ചിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി മുതൽ ബ്രാഞ്ച് അംഗം വരെയുള്ള എല്ലാവർക്കും ഈ തോൽവിയുടെ ഉത്തരവാദിത്തമുണ്ടത്രേ. അതിനിടയിൽ എവിടെയോ ഉണ്ട് പിണറായി വിജയനും ഗോവിന്ദനും. നമ്മൾ അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. ലാൽ സലാം സഖാവേ.